ചുടുവാലത്തൂർ അംഗൻവാടിയുടെയും ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ജനകീയ വായനശാല മന്ദിരത്തിന്റെയും കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭയിലെ ചുടുവാലത്തൂരിൽ 1996 മുതൽ വിവിധ വാടക മുറികളിലായാണ് 81 നമ്പർ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. പരേതനായ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായരുടെ പത്നി അവരുടെ വീടിനോട് ചേർന്ന് 4 സെന്റ് സ്ഥലം അംഗൻവാടിക്കും ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിനും ജനകീയ വായനശാല മന്ദിരത്തിനും കൂടി സംഭാവനയായി നൽകുകയും ഈ സ്ഥലത്ത് ഷൊർണൂർ നിയോജക മണ്ഡലം MLA പി മമ്മിക്കുട്ടി 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഷൊർണൂർ നഗരസഭ വൈസ് ചെയർമാൻ പി സിന്ധുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, ജിഷ P, ലക്ഷ്മണൻ KM, CDPO ശാന്തകുമാരി O, ICDS സൂപ്പർവൈസർ ബിന്ദുമോൾ AM, ചുടുവാലത്തൂർ മുൻ കൗൺസിലർ അനിൽകുമാർ KN, ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ജനകീയ വായനശാലയുടെയും സെക്രട്ടറി K വിനോദ്, അംഗൻവാടി ടീച്ചർ ബിന്ദു MR തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് കേരളോത്സവം 2025 പങ്കാളികളായ മത്സരാർത്ഥികളെ അനുമോദിച്ചു. പ്രവർത്തനങ്ങൾ ആ കുട്ടി നടത്തിയിട്ടുണ്ട്. അപ്പം അത് ഒരുപക്ഷെ നമ്മുടെ നഗരസഭയിൽ നമ്മൾ കുറേ കൂടി ഏറ്റവും പ്രധാനമായിട്ട് നേരത്തെ എല്ലായിടത്തും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സംവിധാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. സാധാരണ നിലയിൽ അതിനെ ഒരു ചിട്ടയോടുകൂടി എത്തിക്കുക, അവിടെ സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടായാൽ മാത്രമാണ് ഒരു സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.